നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടുത്ത തീരുമാനം തന്നെ, പക്ഷേ അത് ശരിയായ തീരുമാനം. ആർക്ക് ശരിയായ തീരുമാനം? ആരുടെ കല്യാണം എന്ന് പറഞ്ഞ് മോളെന്തിനാ സാരി എടുക്കാൻ പോകുന്നത്? ഹലോ മാഷേ, ആരുടെ കല്യാണോ? ഇതെന്റെ കല്യാണോ? ചുമ്മാ ഓരോന്ന് പറയാറ്. നീ എനിക്ക് ആരോ തന്നെയാടാ. ദേ മനുഷ്യ, നിങ്ങളുടെ മോനാ ഇവൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരരുതെന്ന്. ഞാൻ നിന്നോടാ ഇവനോടല്ല സംസാരിച്ചത്, എന്റെ ചാരുമോളോടാ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യുന്നു? അമ്മായി ദേഷ്യപ്പെടല്ലേ. കല്യാണ സാരി എടുക്കാൻ ഞാനും കൂടി വരുന്ന കാര്യമല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ബാലമാമൻ എന്നോടല്ലേ ചോദിച്ചേ? മറുപടി ഞാൻ പറഞ്ഞോളാം. സംസാരിച്ചു തീർക്കാവുന്ന കാര്യമുള്ളൂ. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരുത് പ്ലീസ്. നീ എന്തിനാ മോളെ ഇവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത്? കല്യാണ സാരി എടുക്കാൻ പോകുന്നത് എന്തിനാന്ന് പറ. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാ ബാലമാമൻ. മോൾക്ക് തോന്നുന്നുണ്ടോ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിക്കുന്നു? അതിപ്പോ കരകാണാ കടൽ പോലെ നീണ്ടു കിടക്കുക. നീ ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കണ്ട. ഇവര് വലയിൽ ചെന്ന് ചാടിക്കൊടുക്കണ്ട. ഇവര് വിരിച്ച വലയിൽ ചാടിക്കൊടുക്കാൻ പോവല്ല. ഇവരുടെ വലയിൽ പെട്ടുകിടക്കുന്ന എന്റെ അക്കുച്ചേട്ടനെ രക്ഷിക്കാനാ. എനിക്ക് അക്കുച്ചേട്ടനെ പുറത്തിറക്കണം. മറ്റൊന്നും എന്റെ മനസ്സിലില്ല. അതൊക്കെ എനിക്ക് അറിയാം മോളെ. ഇവര് പറയുന്ന പോലെ ചെയ്താ അവൻ പുറത്തിറങ്ങുന്ന വല്ല ഉറപ്പുണ്ടോ? മോളെ, നീ നാണം കെട്ടുപോയി നിൽക്കേണ്ടി വരും. അതാലോചിക്കാനുള്ളൊരവസ്ഥയിലല്ല ഞാൻ. എനിക്കെന്റെ അഭിമാനമല്ല വേണ്ടത്, എന്റെ അക്കുച്ചേട്ടനെയാ. നിന്നെ കൊണ്ട് ചില തീരുമാനങ്ങൾ എടുപ്പിക്കാനാ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതും പറയുന്നതും. ഇവര് പറയുന്നത് കേട്ടൊന്നും മോളെ എങ്ങോട്ടും പോണ്ട. മോളെ തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അമ്മേ, ഇയാള് തുണിക്കച്ചവടക്കാരുടെ മനസ്സ് മാറ്റിയെടുക്കുന്നു തോന്നുന്നേ. അടങ്ങട, നമ്മളിപ്പോ ഇടപെടണ്ട. തുണിക്കച്ചവടക്കാരി പറഞ്ഞതുപോലെ അവള് തന്നെ അയാളെ പറഞ്ഞു മനസ്സിലായിക്കോളും. കാര്യം നടന്നാ പോരെ. വാശി പിടിക്കാതെ ബാലമാമേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ പറയുന്നത് നീ കേൾക്കും മോളെ. ആകാശിനെ ഞാൻ പുറത്തു കൊണ്ടുവന്നോളാം. അല്ലേ ഗോവിന്ദ? നമ്മൾ അതിനു വേണ്ടതൊക്കെ ചെയ്യുന്നില്ലേ? അതേ മോളെ, ആകാശിന് ജാമ്യം കിട്ടുമെന്നാ പറഞ്ഞത്. അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അയ്യോ, നിങ്ങളാരും ഒന്നും ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോ എടുത്ത തീരുമാനവും അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ചാരുവിന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യട്ടെ അച്ഛാ. മോൾ എന്തൊക്കെയായി പറയുന്നത്? ശ്രേയയുടെ ആഗ്രഹം ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നു കയറണമെന്നല്ലേ. വിധി അതാണെങ്കിലേ ആരെക്കൊണ്ടും തടുക്കാൻ കഴിയില്ലല്ലോ. ഞാൻ തീരുമാനിച്ചു, കല്യാണ സാരി എടുക്കാൻ പോവാ. എന്റെ ഈ തീരുമാനം ബാലമാമനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോ അതിനൊരു തീരുമാനമായി. നമുക്ക് എല്ലാവർക്കും കൂടി മാളിലേക്ക് പോവാം. അതെ, സമയായി. അശ്വതി, അനു, രമേശ, പെട്ടെന്ന് റെഡിയാവും. നമുക്ക് പോവാം. ഹലോ ചാരു, ഗുഡ് ന്യൂസ് ആണോ പറയാൻ പോകുന്നത് അതോ ബാഡ് ന്യൂസോ? നീ ഗുഡ് ന്യൂസ് പറഞ്ഞാ അത് നമുക്ക് രണ്ടുപേർക്കും നല്ലതാ. അതല്ല ബാഡ് ന്യൂസ് ആണ് പറയാൻ പോകുന്നതെങ്കിൽ അത് നിന്നെ മാത്രമല്ലാതെ എഫക്ട് ചെയ്യും. അത് മനസ്സിൽ വെച്ച് പറ. എന്താ തീരുമാനമെന്ന്? കല്യാണ സാരി എടുക്കാൻ പോവാൻ ഞാൻ വരാം. ഗ്രേറ്റ് ചാരു, അപ്പോ നമുക്ക് രണ്ടുപേർക്കും നല്ലതാ. സ്മാർട്ട് ഡിസിഷൻ. നിനക്ക് ബുദ്ധിയുണ്ട്. എന്നാ ഇറങ്ങിക്കും. ഒരു മിനിറ്റ്. പറ ചാരു, എന്താണെങ്കിലും പറഞ്ഞോ. നീ പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ ഞാൻ പറയുന്നത് നീയും അക്സെപ്റ്റ് ചെയ്യണം. എന്റെ അക്കുച്ചേട്ടനെ പുറത്തിറക്കണം. നീ സംസാരിക്കുന്നത് ആരോടാണെന്ന് ഓർക്കണം. ഉയർന്ന റാങ്കിലുള്ള ഒരു ഓഫീസറോടാണ്. ഞാൻ പറഞ്ഞ അത് ചെയ്തിരിക്കും. അത് നല്ല കാര്യമായാലും മോശം കാര്യമായാലും.
ഇത്രയും നാളായിട്ട് നിനക്കത് മനസ്സിലായില്ലേ ചാരു? നീ വിഷമിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്ത ഞാൻ എന്റെ വാക്ക് പാലിക്കും.